மறையூரிலும் சுற்றுப்புற பகுதிகளிலும் புலியின் தாக்குதலில் கால்நடைகள் கொல்லப்படுவதை கண்டித்து தோட்ட தொழிலாளிகள் இறந்த பசுவை சாலையில் போட்டு ஆர்ப்பாட்டத்தில் ஈடுபட்டனர். சட்டமூனாரில் நடைபெற்ற போராட்டத்தில் ஏராளமான பொதுமக்கள் பங்கெடுத்தனர். கடந்த தினம் மேய்ச்சலுக்கு சென்ற பசுக்களை தான் புலி தாக்கியது. மதியம் 2 மணிக்கு காணாமல் போன இப்பகுதியை சேர்ந்த சமுத்திரபாண்டி என்பவரின் பசு இரவு 7 மணிக்கு வனத்திற்குள் இறந்த நிலையில் கண்டுபிடித்தனர். அருகிலுள்ள மணிகண்டன் என்பவரின் பசுவை காயமடைந்த நிலையிலும் கண்டுபிடித்தனர். புலியின் தாக்குதல் தொடர்ந்துவதோடு தொழிலாளிகள் வனத்திற்குள் இருந்து பசுவின் இறந்த உடலை எடுத்து வந்து சாலையில் போட்டு ஆர்ப்பாட்டத்தில் ஈடுபட்டனர். மறையூர் சந்தன டிவிஷன் கீழில் உள்ள அலுவலகத்தின் முன்பகுதியில் நடைபெற்ற ஆர்ப்பாட்டம் பல மணி நேரம் போக்குவரத்தையும் தடை செய்தது. பொதுமக்களின் கணக்குகளின்படி கடந்த 5 வருடத்திற்கிடையே 50க்கும் மேற்பட்ட கால்நடைகள் இந்த பகுதியில் புலி தாக்கிக் கொண்டுள்ளது. கடந்த 2 மாதத்திற்கிடையே மட்டும் ஏராளமான கால்நடைகள் விவசாயிகளுக்கு நஷ்டமாகியுள்ளது. தங்களுடைய வருமான மார்க்கமான கால்நடைகளை புலி கொல்லும் போதும் வனத்துறை தேவையான நடவடிக்கை எடுக்கவில்லை என்றும் பொதுமக்கள் புகார் தெரிவித்தனர். இதைத் தொடர்ந்து பொதுமக்கள் ஆர்ப்பாட்டத்தில் ஈடுபட்டனர். போராட்டத்திற்கு பின்துணை அறிவித்து முன்னாள் MLA S. ராஜேந்திரனும் போராட்டத்தில் പങ്കെടുത്താർ. ഉപജീവന മാർഗത്തിൻ്റെ ഒരു പാതയാണ് അടഞ്ഞു പോകുന്നത്. തോട്ടം തൊഴിലാളികളുടെ ജോലിയിൽ കിട്ടുന്ന വരുമാനം ഒന്നും മതിയാവില്ല. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കുടുംബം, പ്രാരാബ്ധങ്ങൾ, വിവാഹങ്ങൾ, ചടങ്ങുകൾ, ആശുപത്രി ഇതെല്ലാം കണക്കാക്കി വലിയ പ്രയാസത്തിലാണ് കുടുംബജീവിതം തോട്ട മേഖലയിൽ, എസ്റ്റേറ്റുകളിൽ നടക്കുന്നത്. തുടർച്ചയായി എസ്റ്റേറ്റുകളിൽ പുലിയും കടുവയും ചിറുത്തയുമായിട്ട് ഈ 3 ടൈപ്പിലുള്ള വന്യജീവികളുണ്ട്. വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നമ്മളുടെ പേരിൽ കേസെടുക്കും. വന്യജീവികളാണ്. ആ ജീവികളോടുള്ള ഒരു സമീപനം പോലും ഉദ്യോഗസ്ഥരുടെ മനസ്സെല്ലാം മറവിച്ച് ആളുകളെ കാണുന്നതെല്ലാം മൃഗങ്ങളായും അല്ലെ വന്യജീവികളായും വന്യജീവികളെ കാണുന്നതെല്ലാം മനുഷ്യരായും കണക്കാക്കുന്ന വൈൽഡ് ലൈഫിലെ ജീവനക്കാരുടെ പ്രയാസങ്ങൾ വനവകുപ്പ് ജീവനക്കാരുടെ സമീപത്ത് ഉണ്ട്. ഏതാണ്ടും ഒരു 10-15 പശുക്കളാണ്, കന്നുകാലികളാണ് ഈ പ്രദേശത്ത് പാമ്പൻമലയിലും കാപ്പി സ്റ്റോറും ചട്ടമൂന്നാർ പ്രദേശത്ത് മാത്രം ചെയ്തിട്ടുള്ളത്. നാവൽ ഡിവിഷനിൽ വേറെയുണ്ട്, തലയാർ ഭാഗത്ത് വേറെയുണ്ട്, കണ്ണിമലയിൽ വേറെയുണ്ട്, മാട്ടുപ്പെട്ടി അരുവിക്കാട് പ്രദേശത്ത് വേറെയുണ്ട്. ഇങ്ങനെയെല്ലാം ഉടനീളം വന്യജീവികൾ പശുക്കളെ ആക്രമിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഉചിതമായ നടപടി എന്നുള്ള നിലയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ സമയത്ത് കടത്തിവിടുകയല്ലാതെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആ സമയം புலியை கூடு வைத்து பிடிக்க நடவடிக்கை எடுக்க வேண்டும் என்றும் நஷ்டம் ஏற்பட்ட விவசாயிகளுக்கு தகுதியான நஷ்டஈடு வழங்க வேண்டும் என்றும் பொதுமக்கள் கேட்டுக்கொண்டனர். ഉദ്യോഗസ്ഥരുടെ മനസ്സെല്ലാം മറവിച്ച് ആളുകളെ കാണുന്നതെല്ലാം മൃഗങ്ങളായും അല്ലെ വന്യജീവികളായും വന്യജീവികളെ കാണുന്നതെല്ലാം മനുഷ്യരായും കണക്കാക്കുന്ന വൈൽഡ് ലൈഫിലെ ജീവനക്കാരുടെ പ്രയാസങ്ങൾ വനവകുപ്പ് ജീവനക്കാരുടെ സമീപത്ത് ഉണ്ട്. ഏതാണ്ടും ഒരു 10-15 പശുക്കളാണ്, കന്നുകാലികളാണ് ഈ പ്രദേശത്ത് പാമ്പൻമലയിലും കാപ്പി സ്റ്റോറും ചട്ടമൂന്നാർ പ്രദേശത്ത് മാത്രം ചെയ്തിട്ടുള്ളത്. നാവൽ ഡിവിഷനിൽ വേറെയുണ്ട്, തലയാർ ഭാഗത്ത് വേറെയുണ്ട്, കണ്ണിമലയിൽ വേറെയുണ്ട്, മാട്ടുപ്പെട്ടി അരുവിക്കാട് പ്രദേശത്ത് വേറെയുണ്ട്. ഇങ്ങനെയെല്ലാം ഉടനീളം വന്യജീവികൾ പശുക്കളെ ആക്രമിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഉചിതമായ നടപടി എന്നുള്ള നിലയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ സമയത്ത്. ന്യൂസ് ബ്യൂറോ, മറയൂർ.